ഈ രാവിലെ ഇവിടെ സ്ഥിരമായി പ്രഭാത സവാരിക്കും കളിക്കാനുമൊക്കെ വരുന്ന ആളുകളുണ്ട്. അവർ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകളാണ്. ഇവിടെ ഈ മണ്ഡലത്തിലെ വിവിധ മണ്ഡലങ്ങൾ വോട്ടർമാരുമാണ്. എങ്ങനെയുണ്ട്? വോട്ട് എവിടെയായിരുന്നു ചേട്ടാ? വോട്ട് എവിടെയായിരുന്നു? എങ്ങനെയുണ്ട് ഈ വലിയ പോളിംഗ്? ട്രിവാൻഡ്രം സെൻട്രലിൽ പോളിംഗ് കുറവാണ്, മൊത്തത്തിൽ വലിയ പോളിംഗ് ഉണ്ട്. എങ്ങനെ കാണുന്നതിന്? കുഴപ്പമില്ലായിരുന്നു, നല്ല ഇതായിരുന്നു. ഭരണവിരുദ്ധ വികാരമാകുമോ അല്ലെങ്കിൽ ഭരണം വീണ്ടും വേണമെന്നുള്ള വികാരമാകുമോ? ഭരണവിരുദ്ധ വികാരം സംഭവിക്കാം എന്നുള്ളതേ ഉള്ളൂ. ഭരണവിരുദ്ധ വികാരം തന്നെയായിരിക്കും. സാർ, എങ്ങനെയാണ് ഈ വലിയൊരു 80 അടുത്തൊരു പോളിംഗ് പെർസെൻറ്റേജ് വരുന്നുണ്ട്, ഇതെന്തായിരിക്കും? SIR ഉണ്ടോ? അത് SIRൽ കുറേ ആൾക്കാർ പോയല്ലോ, അപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ടോട്ടൽ വോട്ട് കുറയും. അപ്പോൾ പോളിംഗ് ശതമാനം അതനുസരിച്ച് നേരത്തെ ചെയ്ത വോട്ട് അത്രയും പേര് ചെയ്താലും പോളിംഗ് ശതമാനം കൂടുമല്ലോ, അതൊരു കാരണം. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഡോക്ടർ രക്തൻ കേൽക്കർ അങ്ങേര് എന്തെല്ലാമാണ് ചെയ്തിരിക്കുന്നത്. കളിച്ചു, ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഡാൻസ് ചെയ്തു, എന്തെല്ലാം കാണിച്ചു. അപ്പോൾ അതുകൊണ്ടൊക്കെ കുറേ ആൾക്കാർ കൂടുതൽ വോട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു റീഡിങ് NS മാധവൻ പറഞ്ഞ പോലെ ഒരു 87 സീറ്റിനടുത്ത് LDF ജയിക്കുമെന്നാണ്. അതെ, NS മാധവൻ പറഞ്ഞിരിക്കുന്നത് 87 ആണ്. ജില്ല തിരിച്ചുള്ള കണക്ക് ഇന്ന് പറയാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 87 കിട്ടിയില്ലെങ്കിലും 80-85 ഇടയ്ക്കായിരിക്കും LDFൻ്റെ പേര്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല, ഒട്ടുമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എന്താണ് ഈ ഭരണവിരുദ്ധ വികാരം? എവിടുത്തെ വോട്ടറാണ്? ഞാൻ തിരുവനന്തപുരം മണ്ഡലത്തിലെ വോട്ടറാണ്. ഇവിടെ പോളിംഗ് കുറവുള്ളൊരു മണ്ഡലമാണ്. പോളിംഗ് കുറവുള്ള മണ്ഡലമാണ്, പക്ഷെ ഭരണവിരുദ്ധ വികാരം ഇല്ല. എന്നാലും ചില ആൾക്കാർ പറയുന്നത് 10 വർഷമായില്ലേ മാറണമെന്നുള്ള രീതിയിൽ ചില ആൾക്കാരുടെ ഒരു അഭിപ്രായമുണ്ട്. പക്ഷെ ഭരണവിരുദ്ധ വികാരം ഇല്ല, LDF ജയിക്കുമെന്നാണ് ഒരു. എന്താണ് ഈ ഭരണവിരുദ്ധ ഉണ്ടാവും അല്ലെങ്കിൽ UDF വലിയ ഭൂരിപക്ഷം ഒരു തരംഗമായിട്ട്? തീർച്ചയായും, കാരണം ഞാൻ കേരളം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു ട്രാവലറും കൂടെയാണ്. ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻറ്റും ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും അവർ തന്നെ മുന്നോട്ട് പോകണം. നെക്സ്റ്റ് 5 years അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അത് ഇടതു മുന്നണിക്ക് ഗുണം ചെയ്യും. ഈ വോട്ടിംഗ് ശതമാനം മാറിയത് എന്താണ്? ഈ സർക്കാരിനെതിരെ വികാരമാണോ അല്ലെങ്കിൽ UDF വരണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണോ അല്ലെങ്കിൽ SIR പോലുള്ള നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്? അല്ല, SIRൻ്റെ ഈ ഒരു മാൻഡേറ്ററി പോലെ SIR പൗരത്വത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം വരും എന്നുള്ളത് തന്നെ പുതിയ വോട്ടർമാരുടെ ഇടയിൽ ആ ഒരു വളരെ കൂടുതൽ പോളിംഗ് ശതമാനം നടന്നത്. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 10 വർഷമായി അതിൻ്റെ ഒരു മാറ്റത്തിൻ്റെ ജനം ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഒരു തോന്നൽ വെച്ചിട്ട് ഈ BJPയുടെ വോട്ട് ഒരു നിർണായകമാകും കേരളത്തിലുടനീളമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അതാണ് ഈ സമ്മിശ്രമായ അഭിപ്രായമാണ്. ഈ SIR വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ആളുകൾ പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. BJP അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് രഞ്ജിത്ത്. BJP പിടിക്കുന്ന വോട്ടുകൾ നേരത്തെ ചില മണ്ഡലങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചാണ് BJPയുടെ പ്രവർത്തനം. ജയസാധ്യതയുള്ള A ക്ലാസോ അല്ലെങ്കിൽ A+ അങ്ങനെ വിലയിരുത്തിയുള്ള ഒരു തീരുമാനം മണ്ഡലങ്ങൾ മാത്രമാണ് BJP പലപ്പോഴും കണക്കുകൂട്ട വലിയൊരു വർക്ക് നടത്താറുള്ളൂ. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. BJP നിരവധി മണ്ഡലങ്ങൾ വളരെ ശക്തി കുറഞ്ഞ കേന്ദ്രങ്ങൾ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലായിടത്തും ശക്തമായ മത്സരം BJP കാഴ്ചവെച്ചിട്ടുണ്ട്. വളരെ ശക്തമായ ത്രികോണ പോരാട്ടം പലയിടത്തും നടന്നിട്ടുണ്ട്. BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പലതവണ കേരളത്തിലെ പല ഭാഗങ്ങളിലും വന്നു. അതുകൊണ്ട് തന്നെ BJP പിടിക്കുന്ന വോട്ട്, അവരുടെ വോട്ടിംഗ് ശതമാനത്തിലുള്ള വർധന, അവരും ഒരുപക്ഷെ ഇത്തവണ അവർക്ക് വോട്ടിംഗ് ശതമാനമെങ്കിലും വർദ്ധിപ്പിക്കണം. BJP ഈ പറയുന്നത് പോലെ ഒരു ഡിസിസീവ് ഫാക്ടറൊന്നും ആയില്ലെങ്കിൽ പോലും അവർക്ക് വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വർധന ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്ന് ഉറപ്പാണ്. അല്ലെങ്കിൽ അത് അവർക്ക് നാണക്കേടായി BJPക്ക് മാറും. അതുകൊണ്ട് ആ ഒരു ഫാക്ടർ കൂടി ഇവിടെ വർക്കൗട്ട് ചെയ്തിരിക്കാം. ഇടത് വലത് മുന്നണികളുടെ വോട്ടുകൾക്കപ്പുറത്തേക്ക്, ഈ നിഷ്പക്ഷ വോട്ടുകൾക്കപ്പുറത്തേക്ക്, ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഭാഗമായുള്ള വോട്ടുകളോ അല്ലെങ്കിൽ ഭരണം തുടർച്ച വേണമെന്ന് ആഗ്രഹിക്കുന്ന വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് BJP പിടിക്കുന്ന വോട്ടുകൾ വളരെ പ്രധാനമാണ്. അതൊരുപക്ഷെ ഈ ഭരണത്തിലൊക്കെ അവരുടെ ഒരു ഇടപെടലത്തോളം ഉണ്ടാകുന്ന കാര്യത്തിലൊക്കെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ കുറച്ച് അപ്രായോഗികതയും അല്ലെങ്കിൽ അതിശയോക്തിയൊക്കെ ഉണ്ടാകാം. അവർ ഭരണം തീരുമാനിക്കുമെന്നുള്ളത് ഒരുപക്ഷെ നേരത്തെ കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ 30 സീറ്റ് പിടിച്ചാൽ BJP ഭരിക്കുമെന്ന് പറഞ്ഞതിന് സമാനമായി അതൊരുപക്ഷെ മാറിയേക്കാം. എങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് BJP പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാകാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.